പക്ഷേ പ്രസിദ്ധമായ തിരുപ്പതി ക്ഷേത്രത്തിലെ പ്രസാദമായിട്ടുള്ള ലഡുവിൽ, അവിടുത്തെ ലഡുവാണ് അവിടുത്തെ മെയിൻ പ്രസാദം. ആ ലഡുവിൽ ഈ മൃഗക്കൊഴുപ്പ് അടങ്ങിയിട്ടുണ്ട്, അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ ലാഭത്തിന് വേണ്ടി ചേർന്നിട്ടുണ്ട് എന്നുള്ളതായിരുന്നു അന്നത്തെ വലിയൊരു ആരോപണം. അതായത് ഒരു വർഷം മുമ്പ് നടന്ന ആരോപണമാണ്. ആ ആരോപണം വലിയ പ്രത്യാഘാതങ്ങൾ അവിടെ ഉണ്ടാക്കി. കലാപത്തിൻ്റെ അടുത്ത് വരെ കാര്യങ്ങളെത്തി. വിശ്വാസികൾ തെരുവിലിറങ്ങി. ഈ സ്റ്റേറ്റ് പോലീസ് അന്വേഷണം ആരംഭിച്ചു. അതിനുശേഷം സുപ്രീം കോടതിയുടെ വാതിൽക്കലേക്ക് ഈ കാര്യങ്ങളൊക്കെ എത്തിയപ്പോൾ CBI അന്വേഷണവും പ്രത്യേക അന്വേഷണ സംഘത്തെയൊക്കെ നിയമിച്ചു. ഇപ്പം അതിൽ പ്രധാനപ്പെട്ട 4ഓളം ആളുകളെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതിൽ മൃഗക്കൊഴുപ്പ്, പന്നി നെയ്യ് അടക്കമുള്ള മൃഗക്കൊഴുപ്പുകൾ ചേർന്നിട്ടുണ്ട് എന്ന വിവരം സ്ഥിരീകരിച്ചിട്ടുമുണ്ട്. ഇതിൽ ചില 4ഓളം ഡയറി ഫാം ഉടമകളെയാണ് ഈ പറയുന്ന CBI 4 ദിവസത്തെ ചോദ്യം ചെയ്യലിന് ശേഷം അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ മുഖ്യമന്ത്രിയായിരുന്ന ഈ പറയുന്ന ജഗൻമോഹൻ റെഡ്ഡിക്ക് ഇതിലെന്തെങ്കിലും പങ്കുണ്ടോ, അദ്ദേഹത്തിൻ്റെ അറിവോടെയാണോ തുടങ്ങിയ രാഷ്ട്രീയ വിമർശനങ്ങളൊക്കെ ഉയർന്നിട്ടുണ്ട്. അതിൽ അന്വേഷണം നടക്കുകയാണ്. എന്തു തന്നെയായാലും ഈ ക്ഷേത്രങ്ങളിൽ പോലും, ഈ വിശ്വാസികളൊക്കെ പുണ്യമായി കരുതുന്ന സ്ഥലങ്ങളിൽ പോലും ലാഭക്കുതിയുടെ പേരിൽ എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടുന്നത് എന്ന് പറയാൻ പറ്റാത്ത സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കും. പുതിയ ഒരു കാലത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, എവിടെ നിന്ന് ലാഭം അടിക്കാൻ പറ്റുമോ അവിടെ നിന്ന് ലാഭം നക്കി തിന്നുക എന്നുള്ളതാണ്. നമുക്കറിയാം, ഇപ്പോൾ പഴനിയിലാണ് ഈ പഞ്ചാമൃതമാണ് ഭക്തന്മാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രിയങ്കരമായിട്ടുള്ള അവിടുത്തെ നൈവേദ്യം, അതാണ് ശരിക്കും പറഞ്ഞത്. അതുപോലെ ശബരിമലയിലാണെന്ന് വെച്ചാൽ അരവണ പായസം, തിരുപ്പതിയിൽ ലഡു. ഇതിലൊക്കെ കോടിക്കണക്കിന് രൂപയുടെ ബിസിനസ് നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. ആ ബിസിനസ്സിൽ നിന്ന് ഏറ്റവും കൂടുതൽ പണം എങ്ങനെ ഉണ്ടാക്കാം എന്നാണ് ബിസിനസ്സുകാരായിട്ടുള്ള ആളുകൾ എപ്പോഴും, അവൻ്റെ കണ്ണെപ്പോഴും അതിനകത്താണ്. അതിനെ പലപ്പോഴും രാഷ്ട്രീയത്തെയും രാഷ്ട്രീയ നേതാക്കളെയും അവർ ഉപയോഗിക്കുന്നു. അതുകൊണ്ട് അവരുടെ ഈ ചതി ഭക്തന്മാരറിയാതെ പോകുന്നുണ്ട് എന്നുള്ളത് ശരിയാണ്. നമുക്ക് സാധാരണ രീതിയിൽ സ്വപ്നത്തിൽ പോലും വിചാരിക്കാൻ കഴിയാത്തൊരു കാര്യമാണ് തിരുപ്പതി ലഡുവിനകത്ത് പന്നിക്കൊഴുപ്പും അതേപോലെ മറ്റ് മൃഗക്കൊഴുപ്പുകളും മറ്റ് പല മൃഗങ്ങളുടെയും വെട്ടുനെയ്യ് എന്ന് നമ്മൾ മലയാളത്തിൽ പറയുന്ന ആ സാധനം ഉപയോഗിക്കും എന്ന് നമ്മൾ ഒരിക്കലും കരുതുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അതൊരു പവിത്രമായ പ്രസാദമാണ്. അങ്ങനെയാണ് അതിനെ എല്ലാവരും കാണാം. അതാണ് ഭക്തന്മാരെ സംബന്ധിച്ചത്. ഭക്തന്മാർക്ക് ഒറ്റ കാഴ്ചപ്പാടേ ഉള്ളൂ. അതാ അവരങ്ങനെ അതിൽ വിശ്വസിക്കുകയും ചെയ്യുന്നുള്ള ഈ വിശ്വാസത്തെയാണ് മാർക്കറ്റ് ചെയ്യുന്നവർ. അത് മാർക്കറ്റ് ചെയ്യാൻ എളുപ്പമല്ല സാധാരണ രീതിയിൽ. പക്ഷേ രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ അല്ലെങ്കിൽ അതിൻ്റെ ഇടനിലക്കാരായിട്ടുള്ള ആളുകളുടെ, ഉദ്യോഗസ്ഥന്മാരുടെ ഒക്കെ ഒത്താശയോടെയാണ് പലപ്പോഴും ഇതൊക്കെ ചെയ്യപ്പെടുന്നത്. നമുക്കറിയാം, ശബരിമല അരവണ പായസത്തിൻ്റെ കാര്യത്തിൽ മോശമായ ശർക്കര ഉപയോഗിച്ചത് വലിയ പരാതി. പിന്നെ അതിൻ്റെ അകത്ത് പലതരത്തിലുള്ള പരാതികൾ പല ഘട്ടങ്ങളിലും. ഈ കഴിഞ്ഞ വർഷം ശബരിമല തീർത്ഥാടന കാലം അങ്ങനെ കാര്യമായ ബഹളങ്ങളൊന്നുമില്ലാതെ, എന്നുവെച്ചാൽ പരാതികളൊന്നുമില്ലാതെ കടന്നുപോയൊരു കാലമാണ്. അതിക്ക് മുമ്പ് മിക്കവാറും എല്ലാ വർഷങ്ങളിലും നമ്മൾ പല സീസ് പരാതികൾ ഇതിനകത്ത് കേൾക്കാറുണ്ട്. അരവണ പായസത്തിൽ പുഴു എന്നുള്ള വാർത്ത പോലും ഉണ്ടായിട്ടുള്ള, അപ്പത്ത് ചേർത്ത അരവണ അല്ല, അപ്പത്ത് ചേർക്കുന്ന സാധനങ്ങൾക്ക് എന്തൊക്കെയോ പ്രശ്നങ്ങൾ. അതൊക്കെ പല ഘട്ടങ്ങളിലൊക്കെ ഉണ്ടായി. പക്ഷേ കഴിഞ്ഞ വർഷം എന്ന് പറയുന്നത് മലയാളികളെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷകരമായി കടന്നുപോയ ഒരു തീർത്ഥാടന കാലമാണ്. അതുപോലെ തിരുപ്പതിയിൽ ഇന്ത്യയിലെ എല്ലാ ഭക്തന്മാരും ഒരുമിച്ച് വരികയും അതിൻ്റെ ഒരു സാധ്യത എന്ന് പറയുന്നത് വളരെ വലുതാണ്. ആ സാധ്യതയെ എങ്ങനെയാണ് തങ്ങൾക്ക് പണമുണ്ടാക്കാൻ ഉപയോഗിക്കേണ്ടത് എന്ന് പരിശോധിച്ച കുറച്ച് കാട്ടുകള്ളന്മാർ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഈ ദുരന്തം ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. അതൊരു തെരഞ്ഞെടുപ്പ് കാലത്ത് വലിയ കലാപത്തിനുള്ള സാധ്യതയെ മാറിയിരുന്നു എന്നുള്ളത് ശരിയാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലം ജഗൻമോഹൻ റെഡ്ഡി അവിടെ വീഴുന്നതിനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണവും ഈ ലഡുവിലെ ഈ മൃഗക്കൊഴുപ്പ് തന്നെയാണ് എന്നാണ് എനിക്ക്. കാരണം ചന്ദ്രബാബു നായിഡു അത് അതിശക്തമായിട്ട് ഉയർത്തിയിരുന്നു. അപ്പോൾ നമ്മൾ പലപ്പോഴും കരുതുന്നതെന്ന് വെച്ചാൽ ഇത് രാഷ്ട്രീയ സ്റ്റണ്ടാണ് എന്ന് കരുതും. പക്ഷെ അതല്ല എന്നാണ് ഇപ്പോൾ അന്വേഷണം പൂർത്തീകരിക്കപ്പെട്ട സമയത്ത് മനസ്സിലാക്കപ്പെട്ടത്. സുപ്രീം കോടതി നിശ്ചയിച്ച CBI ഇത് അന്വേഷണം നടത്തി ഗുജറാത്തിലെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് അതിൻ്റെ പരിശോധനകളെല്ലാം നടന്നത്. അങ്ങനെയാണ് 4 ഡയറിയുമായി ബന്ധപ്പെട്ട് ഈ കാര്യങ്ങൾ കണ്ടെത്തുകയും അവരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരിക്കും. തീർച്ചയായിട്ടും ഒരു കാര്യം ഇപ്പോൾ തെളിയിക്കപ്പെട്ടുള്ളൂ, ഇവരാരും മുസ്ലിങ്ങളോ ക്രിസ്ത്യാനികളോ ഒന്നുമല്ല, ഹിന്ദുക്കൾ തന്നെയാണ്. അപ്പോൾ ഈ തിരുപ്പതിയിലെ ദൈവത്തിൻ്റെ പ്രസാദത്തെ ഇങ്ങനെ വളച്ചൊടിച്ച് അല്ലെങ്കിൽ ഈ മൃഗക്കൊഴുപ്പ് ചേർത്ത്
ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു വലിയ പാപമാണ്. അതെ അതെ, വിശ്വാസികളെ സംബന്ധിച്ച്. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഈ പാപം ചെയ്യുന്നതിനൊന്നും ഒരു മുതലാളിക്കും ഒരു സങ്കടമില്ല. കാശ് കിട്ടുന്നുണ്ടോ എന്ന് മാത്രമാണ് അവൻ നോക്കുന്നത്. അവിടെ ദൈവമില്ല, ദൈവമൊന്നുമില്ല, ജാതിയില്ല, മതമില്ല, ഒന്നുമില്ല. ഏത് മതമായാലും പ്രശ്നമില്ല, എനിക്ക് കാശ് കിട്ടണമെന്ന് മാത്രം ആർക്കാദ്യം. അവൻ്റെ ഒടുക്കത്തെ ആർത്തിയാണ് യഥാർത്ഥത്തിൽ ഈ തിരുപ്പതി ലഡുവിനെ ഇങ്ങനെ മോശമായ ഒരു പ്രശ്നമാക്കി മാറ്റിയത്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് പറയുന്ന 1857 ഇത് നടക്കുന്നത് ബ്രിട്ടീഷുകാരുടെ ഭരണകാലത്ത് ബ്രിട്ടീഷ് ഭരണകൂടത്തിനെതിരെ നമ്മുടെ പട്ടാളക്കാർ, ഇന്ത്യൻ പട്ടാളക്കാർ കലാപം ഉയർത്തിയതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങളൊന്ന് മൃഗക്കൊഴുപ്പായിരുന്നു. വെടിയുണ്ട, അവർക്ക് കൊടുക്കുന്ന തോക്കുകൾ, ആ തോക്കുകളിൽ മൃഗക്കൊഴുപ്പാണ്, പന്നിക്കൊഴുപ്പാണ് പുരട്ടിയിരിക്കുന്നതെന്ന് പറഞ്ഞ് കലാപം ഉണ്ടാക്കുകയാണ് ചെയ്തത്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹിന്ദുക്കളെയും അതേപോലെ തന്നെ മുസ്ലിങ്ങളെയും പരസ്പരം അടിപ്പിക്കുകയും അത് വലിയ കലാപമായി മാറുകയൊക്കെ ചെയ്തതാണ്. വലിയ ആ കൊഴുപ്പിനെ, മൃഗക്കൊഴുപ്പിനെ അത്രമാത്രം രൂക്ഷമായിട്ടുള്ള രീതിയിൽ ഈ മതവികാരത്തെ വ്രണപ്പെടുത്താനായിട്ടുള്ള കഴിവുണ്ടായിരുന്നു എന്നുള്ളതാണ്. അതിപ്പോൾ ഇവിടെ വന്നു, ഇനിയിപ്പോൾ ഇത് തെളിയിക്കപ്പെട്ടു, ഇവരെ അറസ്റ്റ് ചെയ്യപ്പെട്ടു, ഇവരെന്തിനാണ് ചെയ്തത് എന്ന് കണ്ടെത്തിക്കഴിഞ്ഞാൽ ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ചില സംഭവവികാസങ്ങൾ വേണമെങ്കിൽ ഉണ്ടാവാം. ലാഭത്തിന് മാത്രമാണ് ഇവർ ചെയ്തതെങ്കിൽ ഇവന്മാരെ പുറത്ത് കിട്ടിയാൽ, ഇവരുടെ കുടുംബക്കാരെയൊക്കെ പുറത്ത് കിട്ടിയ ആളുകൾ ഇടിച്ച് എമ്മന്തിയാക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി ആ തല്ലി ശരിപ്പെടുത്താനുള്ള സാധ്യതയുണ്ട്. കാരണം അത്രമാത്രം ഭ്രാന്ത് കയറുന്ന ഒരു കാര്യമാണ് ഇവർ ചെയ്തത്. കാരണം ഇവർക്ക് ന്യായമായ ഒരു ലാഭം കിട്ടുന്നുണ്ട്. ആ ലാഭത്തിൻ്റെ 10 ഇരട്ടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇവരെന്ത് ചെയ്യുന്നത്. നറുനെയ്ന് നല്ല വിലയാണെന്ന് നമുക്കറിയാം. അതിൻ്റെ ഒരു വില ഓരോ ഇതനുസരിച്ച്, അതിൻ്റെ ക്വാളിറ്റി അനുസരിച്ച് കൂടിക്കൊണ്ടിരിക്കും. അപ്പോൾ അതിന് ഒരു 200 രൂപ ഒരു ലിറ്ററിനുണ്ട് എന്ന് നമ്മൾ സാമാന്യമായിട്ട് വിലയിരുത്തിയാൽ മറ്റതൊരു 10-15 രൂപക്ക് കിട്ടുമെന്നുള്ളതാണ്. അപ്പോൾ അവൻ്റെ ലാഭം എന്ന് പറയുന്നത് എത്ര മടങ്ങായിട്ട് വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. തീർച്ചയായും അതാണ് കാരണം. തിരുപ്പതിയിൽ ലക്ഷക്കണക്കിന് അല്ലെങ്കിൽ കോടിക്കണക്കിന് ലഡുകളാണ് ഉണ്ടാക്കുന്നത്. അതിനു വേണ്ടി വരുന്ന ഈ നറുനെയ്യ് എന്ന് പറയുന്നത് ധാരാളം വേണ്ടി വരുന്നു അല്ലേ. ലക്ഷക്കണക്കിന് ലിറ്റർ തന്നെ അതിന് വേണ്ടി ഉപയോഗിക്കാം. അപ്പോൾ ഇവനുണ്ടാക്കുന്ന ലാഭം എന്തായിരിക്കും? അവന് കോടികൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഭഗവാനെ തന്നെ അട്ടിമറിക്കുന്നതായിട്ടുള്ള മുതലാളിമാർ. ഇവരെ 4 പേരെ ഇപ്പോൾ കിട്ടിയിരുന്ന 4 അറസ്റ്റ് ചെയ്തിട്ടുണ്ട് പോലീസ്. എന്തായാലും ഇനി അതിൻ്റെ ഭാവി എന്തായിരിക്കും എന്നുള്ളത്, അതിൻ്റെ പിന്നിൽ ഏതെങ്കിലും ശക്തികൾ, പ്രത്യേകിച്ച് തീവ്രവാദി സംഘങ്ങൾ ആരെങ്കിലും അതിൽ പ്രവർത്തിച്ചിട്ടുണ്ടോ, രാജ്യദ്രോഹികളുണ്ടോ എന്നെല്ലാം കണ്ടെത്തിയതിന് ശേഷമാണ് ഇതിൻ്റെ ഡയമെൻഷൻ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കുന്നത്. അതല്ലെങ്കിൽ ഈ ഭീകരന്മാർ ശരിക്കും പറഞ്ഞാൽ ആർത്തിപ്പണ്ടാരങ്ങളാണ്, പണം ഉണ്ടാക്കാൻ വേണ്ടി. അപ്പോൾ എല്ലാത്തിനും വിറ്റ് എങ്ങനെ പണം ഉണ്ടാക്കാം എന്ന് അന്വേഷിച്ച് നടക്കുന്ന ഈ ആളുകളെ ക്ഷേത്രത്തിൻ്റെ അടുത്ത് പോലും അടുപ്പിക്കാൻ പാടില്ല എന്നുള്ളതാണ്. അവൻ വലിയ ഹിന്ദുവാണ് എന്നൊക്കെ പറഞ്ഞ് വലിയ വസ്ത്രമൊക്കെ ധരിച്ച് പൂണൂലൊക്കെ ഇട്ട് വരും. അത് മുഴുവനും ഈ ഭക്തന്മാരായിട്ടുള്ള ആളുകളെ പറ്റിക്കാൻ വേണ്ടിയായി മാറിത്തീരുകയാണ് ചെയ്യുന്നത്. ഒരു കാരണവശാലും ഇത് അനുവദിക്കാൻ പാടില്ലാത്തതാണ്. യുവന്മാരെ പിടിച്ച് ജയിലിലിടുക എന്ന് മാത്രമല്ല, മേലെ ഇത്തരത്തിൽ കാര്യങ്ങൾ നടക്കാനായിട്ടുള്ള എല്ലാ പഴുതുകളും അടക്കണം. ഈ ഡയറിക്കാരായ മുതലാളിമാർ മാത്രം വിചാരിച്ചാൽ നടക്കുന്ന കാര്യമല്ലത്. അമ്പലവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഉദ്യോഗസ്ഥന്മാരുണ്ട്, ദേവസ്വം ഉദ്യോഗസ്ഥന്മാരെന്ന് പറയും. അവർ വൻ അഴിമതിക്കാരാണ്. അതുകൊണ്ടാണ് ഇവർക്കിത് ചെയ്യാനായിട്ടുള്ള സൗകര്യം ഉണ്ടാകുന്നത്. അപ്പോൾ ഇവരിൽ നിന്നൊക്കെ പണം പറ്റിയിട്ടാണ് ഇത് അറിഞ്ഞുകൊണ്ട് തന്നെയായിരിക്കും ഇവന്മാർ ഇതൊക്കെ ചെയ്യുന്നത്. അവനൊക്കെ ശരിപ്പെടുത്തേണ്ടതാണ് ശരിക്കും. കാരണം എന്ന് വെച്ചാൽ എല്ലാ കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിൻ്റേതായിട്ടുള്ള രീതികൾ, ഐഡൻറ്റിറ്റി അംഗീകരിക്കപ്പെടണം. നിങ്ങൾ വിശ്വാസിയാണെങ്കിൽ നിങ്ങൾ നല്ല വിശ്വാസിയായിരിക്കും. നിങ്ങൾക്ക് വിശ്വാസമില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ നിങ്ങൾ അവിശ്വാസിയായിട്ട് പ്രവർത്തിക്കുക. പക്ഷേ ഈ ഓണത്തിനിടക്ക് പൂട്ടുകച്ചവടം എന്ന നിലയ്ക്കുള്ള പരിപാടി ഒരു കാരണവശാലും അനുവദിക്കരുത്. അവൻ വിശ്വാസിയാണെങ്കിൽ പൂർണ്ണമായിട്ടും വിശ്വാസിയായിട്ടും വിശ്വാസി ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളതാണ്. തീർച്ചയായിട്ടും.